ഒരിക്കൽ ഒരു കാട്ടിൽ ഒരു സിംഹക്കുട്ടി ജനിച്ചു. ജനിച്ച ഉടനെ തന്നെ അവന് അവന്റെ മാതാവിനെ നഷ്ടപ്പെട്ടു. മാതാവിനെ നഷ്ടപ്പെട്ട അവന് പിന്നീട് കൂട്ടായി വരുന്നത് ഒരു കൂട്ടം ആട്ടിൻപറ്റങ്ങളായിരുന്നു. ക്രമേണ ആ ആട്ടിൻപറ്റങ്ങളുടെ ഭാഷയും അവരുടെ നടപ്പും അവരുടെ രീതിയും അവരുടെ ശബ്ദവുമെല്ലാം അവൻ്റേത് കൂടിയായി. അങ്ങനെ ഇരിക്കെ ഒരു വലിയ സിംഹം ആ ആട്ടിൻപറ്റങ്ങളെ ആക്രമിക്കുകയാണ്. ആക്രമിക്കാൻ വന്ന ആ വലിയ സിംഹത്തിന് ആട്ടിൻപറ്റങ്ങൾക്കിടയിൽ ഒരു സിംഹത്തെ കണ്ടപ്പോൾ ആകെ ആശ്ചര്യമായി. ഒറ്റ കുതിപ്പ് അവൻ ആ സിംഹത്തിനടുത്തെത്തി. എന്നിട്ട് അവനോട് ചോദിച്ചു, എന്തേ ഇത്ര ശക്തിമാനായ നീ ഈ ആട്ടിൻപറ്റത്തിന്റെ ഒപ്പം? മറുപടി ഉണ്ടായില്ല. അവനൊരു ആടിനെ പോലെ കരയുക മാത്രമാണ് ചെയ്തത്. ഇവനെ ഒരു പാഠം പഠിപ്പിക്കണം ആ വലിയ സിംഹത്തിന് തോന്നി. അവനെ ബലമായി തൊട്ടടുത്തുള്ള നദിക്കരയിലേക്ക് കൊണ്ടുപോയി ആ തെളിനീർ ജലത്തിലേക്ക് അവനോട് നോക്കാൻ ആവശ്യപ്പെട്ടു. അതിലേക്ക് നോക്കിയ അവൻ തന്റെ അജയ്യമായ ശക്തി തിരിച്ചറിഞ്ഞു. ആകാശത്തേക്ക് നോക്കി അവൻ ഗർജിച്ചു. ഇവിടെ ഈ കഥ അവസാനിക്കുകയാണ്. നമ്മളിൽ ഓരോരുത്തരും അജയ്യമായ ശക്തി ഒളിഞ്ഞിരിപ്പുണ്ട്. തീർച്ചയായും ജീവിതത്തിൽ ആ അജയ്യമായ ശക്തി പ്രയോജനപ്പെടുത്തുവാൻ ശ്രമിക്കണം. ഇതാണ് ഈ കഥയുടെ സാരം.